ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത വരാനിരിക്കുന്നത് അത് സുപ്രീം കോടതിയിൽ നിന്നാണ്. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. SIR നടപടികളിൽ അടിയന്തര സ്റ്റേ വേണമെന്ന ആവശ്യം ഹർജിക്കാർ ഉന്നയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ SIR പ്രക്രിയ ഇപ്പോൾ പ്രായോഗികമല്ല എന്ന ഭരണപരമായ പ്രശ്നമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുക. ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതി നോട്ടീസ് അയച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഡൽഹിയിലേക്ക് പോകാം. തൗഫീഖ് അസ്ലമുണ്ട്. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരുന്നു. സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാമെന്ന് അറിയിച്ചതാണ്. അപ്പോൾ SIR തൽക്കാലമായി നിർത്തിവെക്കുക എന്നൊരാവശ്യമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥിരമായി അതുമായുള്ള ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്ന് ലീഗ് അടക്കമുള്ള കക്ഷികൾ കൂടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകമായി പരിഗണിക്കുമെന്ന് കഴിഞ്ഞ തവണ സുപ്രീം കോടതി അറിയിച്ചതുമാണ്. അപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. അതിനപ്പുറത്ത് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായാലൊക്കെ അത് വലിയ വാർത്തയായിട്ട് വരും. ഒരു അന്തിമ വിധിക്കുള്ള സമയമായിട്ടില്ലല്ലോ അല്ലേ? ജിൽസി, ഗുഡ് മോർണിംഗ്. സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങളെല്ലാം ഇന്ന് നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഡിസംബർ 21 വരെ SIR നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണം എന്നുള്ളൊരാവശ്യമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എല്ലാവരും. അതുകൊണ്ട് ഈ സമയത്ത് SIR നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളത് അതൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആ സമയത്തുണ്ടാകും. ഭരണപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഡിസംബർ 21 വരെ ഈ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ളൊരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യം പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഹർജികൾ പ്രത്യേകമായി പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ അറിയിക്കുകയും ആ ഹർജി ഇന്ന് പരിഗണിക്കാനായി ഇരിക്കുകയാണ്. രാവിലെ തന്നെ ആ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിലെടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിലടക്കം SIR നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെക്കണം എന്നുള്ളൊരാവശ്യങ്ങളെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് ബീഹാറിലടക്കം SIR നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പാണ് ഒരു പ്രധാനമായി നിൽക്കുന്നത്. ആ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനിടയിലൂടെ SIR കൂടി നടപ്പാക്കുക എന്നുള്ളത് അതൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതിനോടകം തന്നെ BLOമാരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ കഴിഞ്ഞ തവണ കേരളം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്നും സുപ്രീം കോടതിയുടെ മുന്നിൽ സംസ്ഥാന സർക്കാർ വെക്കുക. അത് പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ ഡിസംബർ 21 വരെ അതിൻ്റെ നടപടികൾ താൽക്കാലികമായി ഒരുപക്ഷെ സുപ്രീം കോടതി മരവിപ്പിച്ചേക്കാം. അങ്ങനെ മരവിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു വാർത്തയായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും ഈ നിലപാടിൽ നിന്നൊരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല. നേരത്തെ തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. സംസ്ഥാന കമ്മീഷൻ ഉൾപ്പെടെ ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നടത്തരുത് എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ അത് മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു 12 സംസ്ഥാനങ്ങളിൽ SIRന്റെ രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം കേരളത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രഖ്യാപനം നടത്തിയത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായാലും അതിൽ നിന്ന് പിന്മാറില്ല. സുപ്രീം കോടതി ആയിരിക്കാം ഒരുപക്ഷെ അതിലൊരു ഇടപെടൽ നടത്തുക. ഈ കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടപടികളെല്ലാം പൂർത്തിയാകുന്നതുവരെ ഒരുപക്ഷെ SIR നടപടികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്വാസമായിരിക്കും. അതേസമയം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെ ആവശ്യം SIR പൂർണ്ണമായും റദ്ദാക്കണം, കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ് മറ്റു പാർട്ടികൾ നിൽക്കുന്നത്. കാരണം നേരത്തെ ഇതിന്റെ റിവിഷൻ ഉൾപ്പെടെ നടന്നിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ SIRന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത്. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കോടതി ഇത് ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. SIRന് അടിയന്തര സ്റ്റേ വേണമെന്നൊരാവശ്യം സുപ്രീം കോടതി ഇന്ന് അംഗീകരിക്കുമെങ്കിൽ അതൊരു വലിയ വാർത്തയാകും. അല്ലാതെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏതൊരു പരാമർശങ്ങളും SIRുമായി ബന്ധപ്പെട്ട വലിയൊരു വാർത്തയായി മാറാനിടയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് തൗഫീഖ് അസ്ലം നൽകിയത്.